എല്ലാരും അടിച്ചു കയറി വാ. അല്ല, ഉദ്ഘാടനത്തിന് വന്നപ്പോ ആളില്ല, കാണാനില്ല എന്നൊക്കെ പറഞ്ഞു. എവിടെയാ? അമ്പലമുക്കാണോ? അല്ല, ട്രിവാൻഡ്രം. അതിന് അമ്പലമുക്ക് കവടിയാർന്നാണ്. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. അതെന്താ പറഞ്ഞാല് എന്റെ റിലേറ്റീവ് പുള്ളിക്കാരി ഒരു ഷോപ്പ്, ഒരു ചെറിയൊരു റൂമായിട്ടൊരു ഷോപ്പ് തുടങ്ങി. അപ്പൊ അവർക്കൊരു ആഗ്രഹം എന്നെ കൊണ്ടത് കട്ട് ചെയ്യിപ്പിക്കണമെന്ന്. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. വന്ന് ഞാൻ ശരിക്കും വലിയ പബ്ലിസിറ്റി കാര്യങ്ങളൊന്നും കൊടുത്തു. ഞാൻ വരുന്നത് പോലും ആരും അറിഞ്ഞില്ല. ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഒരു ടെക്നിക്ക് വേണം. ശരി സാർ, അതാദ്യം പഠിക്കണം നീ കേട്ടാ. ഫ്ലാഷ് ബാക്ക്. ഇനി ആരും സൂത്രം കാണിച്ചു. മനുഷ്യർക്ക് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാർ അല്ലേ? സ്നേഹമുള്ളവരല്ലേ? എന്താ നിങ്ങൾക്ക് ആർക്കൊരു ഉഷാറില്ല? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഒരാളുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ അസൂയപ്പെടുന്നത് ബന്ധുക്കളും സ്വന്തം നാട്ടുകാരുമാണെന്നാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. അന്യ നാട്ടുകാർക്ക് എന്നെ അറിയാം, എന്റെ കവിതകളെയും. ഇപ്പോൾ ഞാൻ ഇത്രയും ഒരു ഉഷാറ് കാണിക്കുന്നുണ്ട് അല്ലേ? ഇല്ല, സൗണ്ട് ഇല്ല. ഇല്ലേ? ഒന്ന് കോവിക്കേ. എല്ലാവർക്കും സുഖമല്ലേ? പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞ. അതും ഇല്ലേ? നിങ്ങൾ ഭയങ്കര മോശമാണ് കേട്ടോ. ഞാൻ ഇങ്ങനെയല്ല നിങ്ങളെ പറ്റി വിചാരിച്ചിരുന്നു. കാരണം ഇങ്ങനെയല്ലല്ലോ ഉണ്ടാവുന്നത്. സത്യം പറഞ്ഞ ആശാന്റെ കഴിവ് വെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിലൊന്നും അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. നിങ്ങൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എനിക്കും സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഭയങ്കര മോശമാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ വന്നിട്ടേ ട്രിപ്പ് ഇട്ടാണ് ഞാൻ വന്നത്. എന്നിട്ട് പോയി നിങ്ങൾക്ക് ആർക്കും ഉഷാറില്ലാത്ത കാര്യങ്ങൾ പോകുന്നെങ്കിൽ എന്നെ ഇനി ഈ ഭാഗത്ത് കാണൂല. ഒരു വീഡിയോ കാണുമ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ വരാത്ത മാതിരിയോ അല്ലെങ്കിൽ ഒരു ഓഡിയൻസ് ഇല്ലാതെ കെട്ടി കയറുന്നവരാണ് ഫീൽ. കേട്ടില്ല. എനിക്ക് ആളുണ്ടോന്ന് ഞാൻ നോക്കുന്നില്ല. കുട്ടി എത്ര വിഷമിക്കുന്നുണ്ടാവും. ഞാൻ ചെയ്ത് പോയി കട്ട് ചെയ്യുന്നു, വീട്ടിൽ പോകുന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ആളുണ്ടോന്ന് ഞാൻ നോക്കുന്നില്ല. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. പക്ഷെ അത്ര പബ്ലിസിറ്റി കൊടുക്കാത്തത് കൊണ്ടാണോ അധികം ആളിലേക്ക് എത്താത്തതാണോ അനുസരിച്ച് പറയുന്നത്? അതോ ഒന്നാമത്തെ കാര്യം, ആ ഒരു മെയിൻ റോഡ് സൈഡിലായിരുന്നു. ആന്റി പബ്ലിസിറ്റി അത് കൊടുത്തിട്ടില്ല. ഇനി ഇപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്തൊരു കാര്യം? നീ വിഷമിക്കാതെ എന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാ ഇതങ്ങ് ശീലായിക്കോളൂ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.